കേസപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയത് മുട്ടയും കുബൂസും ബീഫും മുട്ടയും നവാസിൻ്റെ സ്പെഷ്യൽ മിക്സ് അല്ലേ മുട്ടപ്പാക്ക് അത് വേണ്ട മീൻസ് ഇവിടെ ഞങ്ങൾ 2 ടീമായിട്ടാണ് തിരിഞ്ഞത്. ഇതവിടെ ബിഗ് ബോസിലെ ക്ലീനിങ് ടീമാണ് ഇവര്, കുക്കിംഗ് ടീം ഞങ്ങളും. ജസ്മത്ത ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? നവാസിനെ കെട്ടാൻ പോണ ആളുടെ ഒരു ഭാഗ്യം അല്ലേ? അതൊന്നും ഇതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 1-2 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഗൈനക് ഹോസ്പിറ്റലാണ് സിദ്ര ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ 1-2 മീറ്റിങ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ കണ്ട കുറേ കാര്യങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ കുറേ കാര്യങ്ങളൊന്നും ഭയങ്കര ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിലുള്ളത്. അതേപോലെ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, ലൈക്ക് ഒരു സ്പേമും എഗ്ഗും ലൈക്ക് ജോയിൻ ചെയ്യുന്നത് തൊട്ടിട്ട് ഓരോ ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് ആണ്. ലൈക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ ഓരോ സ്റ്റേജിനും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസിൽ തന്നെ, ലൈക്ക് ഇത്രയും സ്പേസ് അവർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയുന്നുണ്ടാവും. അതേപോലെ ലൈക്ക് അടുത്തൊരു സ്റ്റേജ് ഇതേപോലെ ട്വിൻസ് ആവുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് അടുത്തൊരു ഇതിൽ അവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഡിഫറെൻറ്റ് മൈൽ സ്റ്റോൺസ് കവർ ചെയ്യുന്ന ഓരോ ട്രെമിസ്റ്റേഴ്സിലുള്ള ഓരോ ഗ്രോത്തുകളാണ് കുട്ടികളുടെ. സോ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുട്ടികൾ തല തിരിയുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തല തിരിയ മീൻസ് തല അപ്പ് ആൻഡ് ഡൗൺ ആവുമെന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടി ആവുന്നത് വരെയുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് അവർ നല്ല വൃത്തിക്ക് അവിടെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഖത്തറിലുള്ള ഒരു സിദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അങ്ങനെ വിളിക്കാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടാകും. പക്ഷേ ഇതൊരു പീക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചൈൽഡ് ഫ്രണ്ട്ലിനെസ്സും അതേപോലെ ഫസ്റ്റായിട്ട് പ്രഗ്നൻ്റായി അല്ലെങ്കിൽ ഫസ്റ്റായിട്ടൊരു പാരൻ്റ് ആവാൻ വരുന്ന ആൾക്കാർക്കുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ പീക്കാണ്. സോ ചില സാധനങ്ങളൊക്കെ നമ്മൾ നല്ലത് നമ്മൾ എടുക്കണം, നമുക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാ ഫീൽഡിലും ചില രാജ്യങ്ങളിൽ പോയിട്ട് പോലും നല്ലത് പഠിക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. കോഫി ഷോപ്പുണ്ട്. അതുവരെ ഇവിടെ ഒരു ലേഡി പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആൾ പോയിട്ടുണ്ട്. നമ്മളെ കാറ്റഗറിയിലുള്ള ഒരു ഷോപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ ഖത്തർ വിസിറ്റിൻ്റെ ഒരു പ്രൈം ഉദ്ദേശത്തിലുള്ള ഒന്നായിരുന്നു നമ്മൾ ഇവിടെ നിന്നൊക്കെയുള്ള നല്ല പ്രൊഡക്ട്സ്, അതേപോലെ ഇവിടുത്തെ നല്ല മാനുഫാക്ചേഴ്സിനെയൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ മാജിക് ലാമ്പിൻ്റെ ഉള്ളിലേക്ക് നല്ല പ്രൊഡക്ട്സിനെ ഓൺബോർഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ ഒരു ഓഫ്ലൈൻ സ്റ്റോർ സൂൺ നമ്മളെ നാറ്റീവിൽ വരുന്നുണ്ട്. അതൊരു ഗംഭീര സ്റ്റോറായിരിക്കും. ഇവിടെ നിന്നൊക്കെ പല റെഫറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇതിലൊക്കെയുള്ള പല പ്രോഡക്ട്സും ഇപ്പോൾ ഓൾറെഡി മാജിക് ലാമ്പിലുണ്ട്. അതേപോലെ ഈ സെയിം ബ്രാൻഡ്സും നമ്മൾ മാജിക് ലാമ്പിൽ ഓൺബോർഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെയുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും പല കാര്യങ്ങളും അതിൽ. ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ഇത് സെറ്റ് ചെയ്തതായിരുന്നു, ലൈക്ക് ഒരു ചെറിയ ജ്വല്ലറി. അതൊക്കെ നമ്മൾ മാജിക് ലാമ്പിൻ്റെ ഓഫ്ലൈൻ സ്റ്റോറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഗൈസ്, ഇന്നത്തെ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ റൂമിലേക്ക് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ റൂമിൽ പോയേക്കാം. അവിടെ ബാക്കി ടീംസ് അവിടെ ഉണ്ട്. ഇന്നോല് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഫുൾ ഓര് സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമൊക്കെ. അപ്പം നമുക്ക് ഇന്നൊരു ഞങ്ങളെ ഫ്ലാറ്റ് ടൂർ എടുക്കാം. റൂം ഗായ്സ്, ഇത്രമേൽ വൃത്തിയായ ഈ റൂമിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആർട്ടിസ്റ്റുകൾ പരീക്ഷണശാലയാണ്. ഇവിടെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കോറിഡോർ ഉണ്ട്. ഇവിടെ അലക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് 2 റൂമാണ്. റൂമിന്റെ വരെ കാണിച്ചരാ. ടോട്ടൽ 3 റൂമാണ്. ഒന്ന് ഇത്, ഒന്ന് പിന്നെ ഇത്. ഇവിടെ നമ്മൾ കളിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇവിടുത്തെ ഒരു റൂം, നമ്മളെ ഫ്ലാറ്റ്. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെൽക്കം. ബർവ മദീനത്തിനേല് E05 അല്ലേ? ലൊക്കേഷൻ പിൻ ചെയ്യണം. നവാസ് കോൾഡ് കോഫി ഗൈസ്. ഇക്കയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം കോൾഡ് കോഫി. ഗൈസ്, ഷഹബാസിന് കുറച്ച് സമയം കിട്ടിയപ്പം കുറച്ച് ആൾക്കാരെ വെറുതെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കി ഷെയർ എടുത്തില്ല. സൽമാൻ, ഇന്ത്യൻ ഷഹബാസിൻ്റെ ഒക്കെ ഫ്രണ്ടായിട്ടുള്ള സൽമാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. പിന്നെ ആൾക്ക് മനസ്സിലായി സാധനം. പിന്നെ രണ്ടാമത് നമ്മൾ ബൈറ്റ് ഒന്ന് മാറ്റിയിട്ട് ഫസ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്തോളിക്ക് വിളിച്ചപ്പെടുത്തില്ല, അതുകൊണ്ട് ഫസ്മിനെ വിളിച്ചു.
ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അടുത്ത ശേഷം ഹൗസിനോട് പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കാം. എൻ്റെ അമ്മായിനൊന്ന് വിളിച്ചു. അമ്മ ഈ ഫോൺ എടുത്ത് എമ്മിലേക്ക് ഇയാളെ കണ്ടപ്പോൾ തന്നെ ഞെട്ടി ആകെ പേടിച്ചിട്ട് ഫോൺ വെച്ച് ഓടുകയാണ്. സുഗമി വീഡിയോ ആണ് ലാപ്പില് വീഡിയോ ഇട്ടാ. നാളത്തെ വ്ളോഗിൽ കാണാം. കാക്ക പുറത്തുനിന്ന് ഫുഡ് വാങ്ങിട്ട് വന്നു ഗൈസ്. ഖത്തർ മൊത്തം വൈഫൈ കൊടുക്കുന്ന മോഡാണല്ലോ ഗൈസ്. നവാസ് പറഞ്ഞതാണ്. ഇത്ര വലിയ മോഡം വെച്ചിട്ടല്ലേ ഒരു വൈഫൈ ബാലൻസ് ചെയ്യണേ. ഇതെന്താ മഴവെള്ള സംഭരണിയോ? അതൊരു നിർമ്മിതി. അതായത് ഖത്തർ മൊത്തം മറ്റേ ഈ ഊതൊക്കെ ഇട്ടാണ്ട് പുകയിച്ചുന്ന സാധനം. നമ്മള് ഫുഡൊക്കെ ഇറങ്ങിയനി. അപ്പൊ നവാസത സ്പെഷ്യൽ ചോറുണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോണ്ട്. ഒരു ഷോപ്പൊക്കെ കൊണ്ടുപോയി. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മറ്റേ നാജിമ് കാട്ടുകോയിൽ എന്നാ കൊണ്ടുപോയ മാറ്റത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വെല്ലം അവിടെ നിന്ന് സ്കിപ്പ് അടിച്ച് പോകുന്നു. അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ എക്സ്പീരിയൻസ് അല്ല ഇപ്പൊ നമുക്ക് വേണ്ടി. ഇപ്പൊ നമുക്ക് വിശക്കുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പം നാജിമിന്റെ ഒപ്പം പോയത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാനേ അത് പ്രശ്നമല്ല. പക്ഷെ ഇതപ്പം കൊണ്ടുപോകും നല്ല ചോറ് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ഗൈസ് ഖത്തറിലെ വൺ ഓഫ് ദ മേജർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എന്താ മ്യൂസിയം മ്യൂസിയം അല്ല ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് സാക്കോ നാഷണൽ ലൈബ്രറി ഓഫ് ഖത്തർ ഗൈസ്. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ എന്താ ഉള്ളത് നോക്കിയിട്ട് പറയാം. ദിസ് ഇസ് ഹെവൻ. ബുക്ക് വായിക്കുന്ന ഭയങ്കര ഈ റീഡിങ് സാധനമുള്ള ആൾക്കാർക്ക് ഇതൊരു ഹെവനാണ് ഗൈസ്. Look at this. Hey bro, what are you doing? മെമ്പർഷിപ്പ് ആണോ എടുക്കണമെന്ന്? ഓടി വന്നിട്ട് ഇവിടെ സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കാൻ സ്ഥലമല്ല എന്നിട്ട് വന്നല്ലേ ഗൈസ് നമ്മൾ ഇങ്ങോട്ട്. കണ്ടുവാ ഞാൻ കണ്ടതാ. ഒരു ഒച്ച ഉണ്ടാക്കാതെ പോണ സ്ഥലത്ത് ക്രോക്സിനോട് ഒച്ച ഉണ്ടാക്കി നടത്തും. സോറി ഗൈസ്, 50 minutes സൗണ്ടുള്ള ആൾ പോലെ. ബൈ ബൈ ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സൂപ്പർ കുറച്ചധികം സ്ഥലത്ത് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ വരുന്ന ആൾക്കാർ മസ്റ്റ് വിസിറ്റ് QSTP, ഖത്തർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് അല്ലേ. സ്റ്റാർട്ടപ്പ് കോസ്റ്റൊക്കെ ഇവിടെയാണ് നർച്ചറിയ. സൂപ്പർ പാർക്കിംഗ് ഗൈസ്. QSTPയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. QSTPയിൽ സാൻക ജെറ്റൂറിൻ്റെ കീ ഔട്ട്ഫിറ്റിനനുസരിച്ചിട്ട് മാറ്റും. ഇന്ന് വൈറ്റ് ഉപ്പായിട്ടപ്പോൾ വൈറ്റ് കീ ഏതല്ലേ അമ്പടി ഗൈസ്. നെറിഗേഡിൻ്റെ ലീഗ് ഫോം ചെയ്തിന്. സംതിങ് ഈസ് കുക്കിംഗ്. ഇവിടെ ഒരു ബൈക്ക് കണ്ടെത്തിണ്ട് ഗൈസ്. ഏത് ബൈക്ക്? ഇലക്ട്രിക്കാ? നൈസ്. അല്ല ഒരു വെറൈറ്റി ഉണ്ട്. സമൂസൻ്റെ ഒക്കെ വാങ്ങിട്ടില്ലേ? ഉണ്ട്. കാക്കാൻ്റെ സ്പെഷ്യൽ ചായ. ഗൈസ് ഇതാണ് നവാസിൻ്റെ കപ്പ്. അബുദാബി പോലീസാണ്. മധുരം കുറച്ചുണ്ടാവും, ബാക്കി ഓക്കെ അല്ലേ? ഷബാസിന്റെ ചായയാണ് അല്ലേ? അടിപൊളി ചായ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ
പാളിനോ ഷാബാസ് ഉണ്ടാക്കിയ എന്താ വെച്ചാല് സാൻകോയ് വണ്ടി വാങ്ങിയത് ജെറ്റൂറിന്റെ ലാഡർ കാരൊക്കെ കുറച്ചാനാണ്. അല്ലേ? സൗദി പോയി കുറച്ച് കാരൊക്കെ കുറച്ചോ. വണ്ടി മെല്ലെ പനന്റെ അടുത്ത സൈഡാക്കിട്ട് നേരെ കയറിയിട്ട് പോകും. വർക്കിംഗ് ആണ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി മടക്കിയ ഫോൾഡ് ചെയ്താ ആ സമയത്ത് പരിപ്പൊടിയും ചായയും നിന്ന അതു. പരിപ്പൊടി അങ്ങനെ ഉണ്ട്? ഉണ്ടോ? രസമുണ്ടോ? സൂപ്പറാ. ആ കണ്ണൊന്ന് തുടച്ചിട്ട് പറഞ്ഞേ. ഇവിടുത്തെ കിങ്ങരറിയോ? കൈമാറി സാധനം വീണ്ടും ഷബാസിന്റെ കയ്യിലെത്തിയിരിക്കുന്നു. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.